1 തെസ്സലോനിക്കർ 5:17 ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. കർത്താവായ യേശുക്രിസ്തു നമ്മോട് ഇടവിടാതെ പ്രാർത്ഥിക്കാൻ കൽപ്പിച്ചു. അത് ഗ്രഹിക്കേണ്ടതിന് ഉപമകളും പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലന്മാരും ഇത് നിരന്തരം ഉപദേശിച്ചിരിക്കുന്നു. ആദ്യ നൂറ്റാണ്ടിലെ ക്രൈസ്തവർ തനിയെയും കൂടി വരുമ്പോഴും പ്രാർത്ഥനയ്ക്ക് ധാരാളം സമയം ചെലവിട്ടു. പീഡകളും ഒറ്റപ്പെടുത്തലുകളും ഉണ്ടായപ്പോഴും അവർ തളരാതെ നിലനിന്നതും ദൈവസഭ ഉന്മൂലമാകാതെ വളർന്നതും ഈ പ്രാർത്ഥനയുടെ ഫലമായി കൂടെയാണ്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. ആകയാൽ നാം പ്രാർത്ഥിക്കുന്നവരാകണം. പാടുന്നതിനേക്കാളും പഠിക്കുന്നതിനേക്കാളും പ്രസംഗിക്കുന്നതിനേക്കാളും സമയം ചെലവിടേണ്ടത് പ്രാർത്ഥിക്കാനായാണ്. അതുകൊണ്ട് പ്രാർത്ഥനാ സമയം കുറയ്ക്കുകയും മറ്റു ശുശ്രൂഷകൾക്കും അനുബന്ധമായി സമയം കുറയ്ക്കുകയും ചെയ്യാം എന്ന് ചിന്തിക്കരുത്. കൂടുതൽ പ്രാർത്ഥിച്ചാൽ കുറച്ച് പ്രവർത്തിച്ചാൽ മതി, കൂടുതൽ ഫലമുണ്ടാകും. ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഒരു നിമിഷം പോലും ഇടവേളയില്ലാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക എന്നാണോ? പ്രായോഗികമായി ചിന്തിച്ചാൽ അത് സാധ്യമല്ലല്ലോ. വേറൊരു കാര്യവും ചെയ്യാതെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കാൻ ആർക്ക് കഴിയും? ഇടവിടാതെ എന്നുള്ളതിന് ഒരു ദിവസത്തിൽ പല തവണ എന്നും എല്ലാ ദിവസവും മുടങ്ങാതെ എന്നും അർത്ഥം കൊടുക്കുന്നതാണ് യോജിക്കുന്നത്. ദിവസവും 3 നേരം പ്രാർത്ഥിച്ച ദാവീദും ദാനിയേലും ഇസ്രായേല്യർ കുറഞ്ഞത് ഒരു ദിവസം 3 നേരമെങ്കിലും പ്രാർത്ഥിക്കുന്ന ശീലമുള്ളവരായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. പ്രഭാതയാഗത്തോടുകൂടെ ആരംഭിച്ച് സന്ധ്യായാഗത്തോടുകൂടെ അവസാനിക്കുന്ന പ്രാർത്ഥന ഉത്സവങ്ങളില്ലാതിരുന്ന ദിവസങ്ങളിൽ യെരുശലേം ദൈവാലയത്തിൽ പതിവായിരുന്നു. നമ്മുടെയും ദിവസങ്ങൾ പ്രാർത്ഥനയോടുകൂടെ സമാരംഭിക്കുകയും സമാപിക്കുകയും ചെയ്യട്ടെ. ഇതിന് രണ്ടിനുമിടയിൽ എപ്പോഴൊക്കെ അവസരങ്ങൾ ലഭിക്കുന്നുവോ അപ്പോഴെല്ലാം ചെറുതും വലുതുമായ പ്രാർത്ഥനകൾ ഉയരട്ടെ. കൂടാതെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന നാം ഇടവിടാതെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരും ആത്മനിയോഗം ലഭിക്കുമ്പോഴെല്ലാം പ്രാർത്ഥിക്കുന്നവരുമാകണം. പ്രാർത്ഥിക്കുന്നവരിലൂടെ ദൈവം തൻ്റെ പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കും. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ.